ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ശോഭിക വെഡിങ്സ് നിലമ്പൂർ. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതെന്ന് VD സതീശൻ. മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതി. അദ്ദേഹം തന്നെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. നേരത്തെ എന്താ കണ്ടെന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു. വ്യക്തിപരമായി കണ്ടാണ്, അജിത് കുമാർ പാർട്ടിക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വേർഷൻസ് ഉണ്ടായി. ഇപ്പോൾ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു 21 ദിവസം കഴിഞ്ഞ ശേഷം. അത് പോട്ടെ, ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഉന്നയിച്ച ആരോപണമല്ല, സാരമില്ല. ഈ മെയ് മാസത്തിലാണ് 2023 മെയ് മാസത്തിലാണ് ഈ അജിത് കുമാർ അദ്ദേഹത്തെ കണ്ടത്. മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രിക്ക് അറിയാലോ. മുഖ്യമന്ത്രിക്ക് അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കാരണം അദ്ദേഹത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്ന, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ RSS ജനറൽ സെക്രട്ടറിയുമായി 1 മണിക്കൂർ സംസാരിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയിട്ട് ഇപ്പോൾ 15 മാസം. ADGP ഒരു ക്രൈം ചെയ്തു എന്നല്ല ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദൂതനായി ചെന്ന് കണ്ട് BJP ജയിപ്പിക്കാനുള്ള എല്ലാ സഹായം ചെയ്തവരെ ഇങ്ങോട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. മന്ത്രിമാർക്കു പോലും വരാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് സുരേഷ് ഗോപി എത്തിയത്. അജിത് കുമാർ പൂരം കലക്കിയ ദിവസം സ്ഥലത്തുണ്ടായിരുന്നതായി പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട്. അൻവറിനെ കോൺഗ്രസിലെടുക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല. UDFും ചർച്ച ചെയ്തിട്ടില്ല. ADGP ആദ്യം RSS നേതാക്കളെ കണ്ടത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സഹായിക്കാം എന്ന് ഉറപ്പ് നൽകി. അത് പ്രവർത്തിക്കുകയാണ് പൂരക്കലക്കലിൽ ADGP ചെയ്തത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ ഹൈക്കോടതിയും പറഞ്ഞു. സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് എതിരെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നും VD സതീശൻ ചുങ്കത്രയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചുങ്കത്ര. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.